പാർമേക്കാവിൻ്റെ പറ നിറയ്ക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ വടക്കുന്നാഥിന് മുന്നിൽ നടക്കുന്നത്. നെയ്തലക്കാവമ്മ വരുന്നതിന് മുമ്പായി തന്നെ ഇനി ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ പറ നിറയ്ക്കുന്ന ചടങ്ങുകളാണ്. ആ ചടങ്ങുകൾ ദേവിയെ നിറപറയോടെ സ്വീകരിക്കുന്ന, നിലവിളക്കും നിറപറയുമായി നെയ്തലക്കാവലം അമ്മയെ സ്വീകരിക്കുന്ന ആ ചടങ്ങാണ്. അത് വലിയ ആഘോഷം തന്നെയാണ്. ഈ പൂരത്തിൻ്റെ വിളംബരം എന്ന് പറയുന്നത് അതിനപ്പുറത്ത് ഈ നെയ്തലക്കാവ് അമ്മയെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾ ഇതാ വിടക്കണം. അപ്പോൾ പിന്നെ നമ്മൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ വിശ്ലേഷിക്കാതിരിക്കാൻ നല്ലത്. വിനോദാണ് ഇപ്പോൾ പൂരത്തിൻ്റെ ഒരു ആധികാരിക ആശാനായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് കൊല്ലമായിട്ട്. എന്താണ് ഈ നെയ്തലക്കാവ് അമ്മ വരുമ്പോൾ നിലവിളക്കും നിറവറയായിട്ടൊക്കെ സ്വീകരിക്കുന്നതിൻ്റെ കഥ എന്താ? നെയ്തലക്കാവ് ഭഗവതി കൊച്ചി രാജാവിൻ്റെ പരദേവതയായ പഴയന്നൂർ ഭഗവതിയോടൊപ്പം തന്നെ കൊച്ചി രാജാവ് അവരുടെ നാലുകെട്ടിനകത്ത് വെച്ചാരാധിക്കുന്ന ഭഗവതിയാണ് നെയ്തലക്കാവ് ഭഗവതി. നെയ്തലക്കാവ് പഴയ കാലത്ത് കൊച്ചി രാജാവിന് ഏറ്റവും പ്രധാനപ്പെട്ട, കൊച്ചി രാജാവിൻ്റെ നെയ്ത്യാരമ്മയായിരുന്ന കുറ്റൂർ ദേശത്തെ ഒരു സ്ത്രീയിലൂടെ നമ്മൾ കഴിഞ്ഞ വർഷം ആ കഥ കഥ പറഞ്ഞതാണ്. അവിടെ കൊച്ചി കോവിലകത്ത് കളമെഴുത്ത് പാട്ട് നടക്കുമ്പോൾ ഒരു കോമരവും തുള്ളാതിരിക്കുമ്പോൾ പറയുന്നു എൻ്റെ ദേവിയാണെങ്കിൽ തുള്ളും. അങ്ങനെ തുള്ളിയത് നെയ്തലക്കാവമ്മയുടെ കോമരമായിരുന്നു. ആ കോമരം അന്ന് പാടത്ത് തേക്ക് കൊട്ട നിറയ്ക്കുന്നതിനിടയിൽ ആ തേക്ക് കൊട്ടയിൽ കായലിലൂടെ ചെന്ന് കൊച്ചി കോവിലത്തെത്തി. തേക്ക് കൊട്ട തട്ടിപ്പൊട്ടിച്ച് ചങ്ങാടമാക്കി മാറ്റി കൊച്ചി കായലിലൂടെ കൊച്ചി തൃപ്പൂണിത്തറയിലെത്തി അവിടുത്തെ കൽത്തുറങ്ക് തുറന്ന് പഴുപ്പിച്ച ആനച്ചങ്ങല കഴുത്തിലിട്ട് തിരിച്ചു വന്നു. ആ സ്ത്രീയെ രക്ഷിക്കുകയും അതോടുകൂടി കൊച്ചി രാജാവ് കൊച്ചി രാജാവിന്റെ മാത്രമല്ല നമ്മുടെ ദിവീഷിന്റെയും ദേവിയാണ് പഴയന്നൂർ ഭഗവതി. ആ ഭഗവതിയെ കണ്ടുവരികയാണ് നെയ്തലക്കാവമ്മ. ഒരു ചെറിയ ഇടവേള.